സിന്ധുപരിയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് സിന്ധുപരിയിൽ സംഗീതജ്ഞനാണല്ലോ ശിവകുമാർ. അപ്പോൾ ശിവകുമാർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തമ്പൂരൊക്കെ എടുത്തിട്ടിരിക്കുന്ന സമയത്തേക്ക് സുഹാസിനി വൈഫ് വന്നിരുന്നുണ്ടല്ല മിക്സി ഓൺ ചെയ്യല്ല. സുലക്ഷണ വൈഫ് വന്നിട്ട് എന്ത് ചെയ്യല്ല അവർ ജ്ഞാനശൂന്യം ഒന്ന് ഞാനിൻ്റെ വീട്ടിലെല്ലാം കൂടി സിനിമ കാണാൻ പോയി. അപ്പം ഞാനിത് കണ്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശരിയെന്ന് വെച്ചാൽ ഒരു സംഗീതജ്ഞനാണ്, പാട്ട് കമ്പോസ് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, താമ്പൂരൊക്കെ വെച്ചെടുക്കും. അപ്പം എപ്പോഴാണെങ്കിലും ശരി അദ്ദേഹം കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ മിക്സി ഓൺ ചെയ്യും. ആ സമയത്ത് അവിടെ എണീറ്റ് പോകും. ഇപ്പം ഞാൻ പടം കണ്ടിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വളരെ സൈലൻ്റ് ആയിട്ടിരുന്നു. അപ്പോൾ സാധാരണ എൻ്റെ വീട്ടിൽ ഞാനൊന്ന് ശ്രദ്ധിക്കാറില്ല, ഡിവേട്ടൻ കമ്പോസിങ് റൂമിലിരുന്ന് കമ്പോസ് ചെയ്യും, ഞാൻ എൻ്റെ അടുക്കളയിൽ എൻ്റെ പണി വെച്ചാൽ കഴിഞ്ഞ് കൊടുക്കണ്ടേ, നമ്മൾ ഭക്ഷണം കൊടുക്കണ്ടേ, അത് കാരണം ഞാൻ ചെയ്യും. പിറ്റേ ദിവസം നോക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഒരു ശബ്ദവും വരുന്നില്ല. അപ്പോൾ രവിയേട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ ഒന്ന് നോട്ടമുണ്ട്, എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കും. ഇല്ല, ഞാൻ ഒരു ശബ്ദം ഉണ്ടാക്കുന്നില്ലെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ശബ്ദം, ഞാൻ ചെയ്യുന്നില്ല, എന്താ ഇരിക്കുന്ന? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, എന്നാൽ ഈ മിക്സി ശബ്ദം ഡിസ്റ്റർബൻസ് ആവില്ലേ, അതുകൊണ്ട് അതെന്താ പെട്ടെന്ന് ഒരു ജ്ഞാനോദയം വന്ന എനിക്ക് ഇന്നലെ ഒരിക്കലില്ലാത്ത ഞാനൊന്ന് അല്ല ആ പടത്തിനകത്തെയും ജ്ഞാനശൂന്യം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നെയും അങ്ങനെ ആയിരിക്കുമല്ലോ കരുതുന്നത്. ഈ കമ്പോസ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിൽ പല ശബ്ദം വരില്ലേ, അപ്പോൾ അതുകൊണ്ട്. പക്ഷെ ഞാൻ അപ്പോഴാണ് ആലോചിച്ച് ഇങ്ങനെ സംഭവം ഉണ്ട്, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പോഴാണ് രവിയേട്ടൻ പറഞ്ഞത്, എന്നെ ഈ ശബ്ദങ്ങളൊന്നും ബാധിക്കില്ല, ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ നീ നിന്റെ പണി ചെയ്തോ, കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് ഭക്ഷണം കിട്ടണ്ടേ, അതുകൊണ്ട് എന്റെ മിക്സിയോ വെച്ചോ. ഇന്ന് കഞ്ഞിയേ ഉള്ളൂ, ചമ്മന്തി ഇല്ല. അല്ല, പക്ഷെ മാഷ് അങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ശബ്ദത്തിനൊന്നും ബാധിക്കാൻ പറ്റാത്ത മ്യൂസിക്കാണ് എൻ്റെത്, അതുകൊണ്ട് ശരി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എൻ്റെ സംഗീതത്തിനെ ബാധിക്കില്ല. പക്ഷെ ഞാൻ അതോടുകൂടിയിട്ട് മാറി പറഞ്ഞല്ലോ. പിന്നീടാണ് ശരിക്കും പറഞ്ഞൊരു സംഗീതജ്ഞന്റെ ഭാര്യയായിട്ട് മാറിയത്. ഈ ഒരു പടം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. തമാശയാണ് പറയാണ്.